ആമേൻ. നമ്മളിന്ന് ഒരു ഡിജിറ്റൽ വേൾഡിലാണ് നമ്മൾ ജീവിക്കുന്നത്. ഡിജിറ്റൽ വേൾഡിലാണ്. ആമേൻ. ഡിജിറ്റൽ വേൾഡിൽ ആമേൻ നമ്മുടെ കൂടെ ഇന്ന് ഇവിടെ ഫിസിക്കൽ പ്രസൻസ് ഇല്ലെങ്കിലും ആമേൻ നമ്മുടെ കൂടെ ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ആരാധിക്കുന്ന ദൈവമക്കളുണ്ട്. ആമേൻ. അവർക്കെല്ലാം ഒരു പ്രബോധനമായിട്ട് ഞാൻ പറയുന്നു, ഈ തലമുറയിൽ നാം എന്തായിത്തീരണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു അതായിത്തീരാൻ ആമേൻ വലിയ ഉത്തരവാദിത്വം ദൈവം മോശയെ ഏൽപ്പിച്ചപ്പോൾ മോശ പറഞ്ഞൊരു കാര്യമുണ്ട്, കർത്താവേ എനിക്ക് പറ്റത്തില്ല, ഇറ്റ് ഈസ് ഇംപോസിബിൾ. ആമേൻ. എനിക്ക് ടാമറിങ് ടങ്ങുള്ളവനാണ് ഞാൻ, എനിക്ക് സംസാരിക്കാൻ കഴിവില്ല, എനിക്ക് പ്രാപ്തിയില്ല, എനിക്ക് ജനത്തെ നയിക്കാൻ പറ്റില്ല. ആമേൻ. ഒരിക്കൽ മോശ പറഞ്ഞു, നീ എന്തിനാ ഈ ഭാരമെല്ലാം കൂടെ എൻ്റെ മേലിട്ടിരിക്കുന്നത്? ഞാൻ ഈ ജനത്തെ പ്രസവിച്ചോ? ആമേൻ. ആമേൻ. എനിക്ക് പറ്റില്ല. ദൈവം പറഞ്ഞൊരു കാര്യമുണ്ട്, ആമേൻ, ആരെങ്കിലും ഒരാൾ ഈ ഭാരം ഏറ്റെടുത്തേ പറ്റുള്ളൂ. ആ ഉത്തരവാദിത്വം ഞാൻ നിന്നെ ഏൽപ്പിച്ചിരിക്കുകയാണ്. ആമേൻ. മോശയോട് പറഞ്ഞു, ഞാൻ നിൻ്റെ കൂടെ ഇരിക്കും, ഞാൻ നിൻ്റെ കൂടെ ഇരുന്ന് ഈ ജനത്തെ നയിക്കാൻ ആവശ്യമായ എല്ലാ കൃപകളും കഴിവുകളും പ്രാപ്തിയും തന്ന് നിന്നെ നടത്താൻ ശക്തനാണ് എന്ന് പറയാനിടയായി. അങ്ങനെയാണെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നൊരു കാര്യമുണ്ട്, ദൈവമക്കളെ, ആമേൻ, നമുക്ക് നമ്മളെ കൊണ്ട് എന്തൊക്കെ ചെയ്തെടുക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു അത് മുഴുവൻ നമ്മളിലൂടെ ചെയ്തെടുക്കത്തക്ക രീതിയിൽ ആവശ്യമായ അഭിഷേകവും ശക്തിയും കൃപയും തന്ന് നമ്മളെ നടത്താൻ നമ്മുടെ ദൈവശക്തൻ. എത്ര പേരത് വിശ്വസിക്കുന്നുണ്ട്? ഹല്ലേലൂയ. നമ്മൾ പലരും ഇങ്ങനെ ഒഴിഞ്ഞു മാറിപ്പോകുന്നവരാണ്. ആമേൻ. ഉത്തരവാദിത്തങ്ങളാണേലും എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യാനുള്ളിടത്താണെങ്കിലും പലപ്പോഴും ഒഴിഞ്ഞു മാറി. ആമേൻ. ചിലരുണ്ട് ഒഴിഞ്ഞു മാറിപ്പോകത്തെ, ചിലർ തല കൊണ്ട് വെച്ചു കൊടുക്കും കർത്താവിന് വേണ്ടി പ്രവർത്തിക്കാനായിട്ട്. എനിക്ക് അങ്ങനെയുള്ളവരെ വലിയ ഇഷ്ടമാണ്. ഒഴിഞ്ഞു മാറിപ്പോകാൻ എത്ര എളുപ്പമാണ് അല്ലേ? ഒഴിഞ്ഞു മാറി ഒരു ഉത്തരവാദിത്വം നമ്മുടെ തലയിലേക്ക് വരുന്നു, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യാനൊരു അവസരം വരുമ്പോൾ ആമേൻ ഒഴിഞ്ഞു മാറിപ്പോയി, അയ്യോ എനിക്ക് വേണ്ട, ഞാൻ പറ്റില്ല, എനിക്ക് പറ്റില്ല എന്ന് പറയും. എന്ത് ഈസിയാണ്, ഒഴിഞ്ഞു മാറിപ്പോയി. പിന്നെ നമ്മൾ ഒരു ടെൻഷനുമില്ല. എന്നാൽ ഉത്തരവാദിത്വങ്ങൾ ഏറ്റെടുത്ത് അത് ചെയ്യാൻ ഞാൻ പറയട്ടെ, ഈ കാലയളവിൽ ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം ഓരോ ഉത്തരവാദിത്വങ്ങൾ ദൈവം തരുന്ന റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുത്തത് ചെയ്യത്തക്ക രീതിയിൽ ഒരുപക്ഷെ നിന്ന അനുഭവിക്കേണ്ടി വരും, പരാതികൾ കേൾക്കേണ്ടി വരും. ആമേൻ. ഒരുപക്ഷെ മറ്റുള്ളവർ നമ്മളെ ഉപദ്രവിക്കുന്ന അനുഭവങ്ങൾ കടന്നു വന്നു വരും. എന്നാൽ അത് ഏറ്റെടുക്കാൻ മനസ്സുള്ളവരെ ആണ് ദൈവം സഹായിക്കും. ദൈവം കൂടെ ഇരുന്ന് അതെല്ലാം ഭംഗിയായി നിർവഹിക്കാൻ ദൈവം കൃപ തരുന്ന ദൈവമാണ്. ദൈവത്തിന് സ്തോത്രം.